വംശനാശം വന്നോണ്ടിരിക്കുന്നല്ലേ? ഇതാണ് സംഭവം കണ്ടോ. നമസ്കാരം. കുട്ടിത്തേവാങ്ക് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ 2K കിഡ്സ് ഒന്നും കേട്ട് കാണാനുള്ള വഴി വളരെ കുറവായിരിക്കും. നമ്മുടെയൊക്കെ പഴയ ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ കുഞ്ഞിനെ നാൾ മുതൽ കേട്ടു തുടങ്ങിയ ഒരു വാക്കാണ് ഈ കുട്ടിത്തേവാങ്ക്. നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല. നമ്മൾ പലരെയും ഈ കളിയാക്കിയൊക്കെ വിളിക്കും. നമ്മൾ ഈ പൊക്കം കുറഞ്ഞവരെയൊക്കെ നമ്മൾ കളിയാതോ പോകണ്ട കുട്ടിത്തേവാങ്ക്, അതായത് മുണ്ടനായ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരൊക്കെ നമ്മൾ കുട്ടിത്തേവാങ്ക് എന്നൊക്കെ വിളിക്കും. പണ്ടൊക്കെ നമ്മളെ അമ്മമാരൊക്കെ നമ്മളെ പേടിപ്പെടും, ഇപ്പൊ കുട്ടിത്തേവാങ്ക് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മളെ എന്ത് ചെയ്ത് പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോ ഇതൊരു വംശനാശം സംഭവിച്ചു പോയ ഒരു ജീവിയാണ് ഈ കുട്ടിത്തേവാങ്ക്. ഇപ്പോ നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ഈ ഒരു സാധനത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ടു. സത്യം പറഞ്ഞാൽ കണ്ടാൽ ഞെട്ടിപ്പോവും, കണ്ടാൽ നമ്മൾ കടിക്കുന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ ആദ്യം കൊടുക്കുക, എന്നിട്ട് ഇതിനെ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, കണ്ടില്ല കണ്ടോ? ഈ കുരങ്ങനെ പോലെ ഇരിക്കുന്നത് കേട്ടോ ഈ സാധനം, പക്ഷെ വാലില്ല. സാധനം എന്നാ നോക്കാൻ കേട്ടോ, ഇതിന്റെ മുകളിൽ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ. ഇത് വംശനാശം വന്നോണ്ടിരിക്കുന്ന സാധനമാണെന്നാ പറയുന്നത്. ഇതെന്നാ നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഒരാഴ്ചയായിട്ടോ ഇതിനകത്ത് ഞാൻ കണ്ടത്, ഇപ്പോഴുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരാഴ്ചത്തോളം ആയിട്ടുണ്ട് ഫേസ്ബുക്കിനകത്ത്. അയ്യോ, കണ്ടോ എന്റെ കണ്ണ് കണ്ടോ? കുരങ്ങനെ പോലെ തന്നെയാണ്. എന്റെ കാല് നോക്കിയേ ഉണ്ടോ, പക്ഷെ വാലില്ല കേട്ടോ, വാലില്ല സാധനത്തിന്. കണ്ണൊത്തിരി ഉണ്ട് കേട്ടോ. വംശനാശം വന്നോണ്ടിരിക്കുന്നല്ലേ? ഇതാണ് സംഭവം കണ്ടോ. പൊളിയല്ലേ സാധനം. ഇറങ്ങിപ്പോവല്ലേ ചക്കര. ഈ നമ്മളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അടുത്ത് പോകാൻ നമുക്ക് പേടിയായിരിക്കും അല്ലേ? അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ രൂപം കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും. നമുക്ക് പിടിക്കാൻ നോക്കാം കേട്ടോ. ഫോറസ്റ്റുകാരൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഫോറസ്റ്റുകാർ വന്നു, ഒരു ഫോറസ്റ്റുകാരെ വിളിച്ചു കൊടുത്ത. ഫോറസ്റ്റുകാരെ നോക്കിയോ എന്ത് ധൈര്യമായിട്ട് കയറി പിടിക്കുന്നു നോക്കിയോ അതിനെ. പിടിവിടെ മറ്റേ ഇത് അള്ളു പോലെ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കും കണ്ടോ, പിടിവിടത്തില്ല. പക്ഷെ അതിന് വലിയ പേടിയില്ലാന്ന് തോന്നുന്നു കേട്ടോ. കടിക്കത്തൊന്നുമില്ല. നീളം കണ്ടോ? പിടിച്ചു പിടിച്ചു പിടിച്ചു. എന്താ വിടുന്നില്ല, ഉണ്ടാ ഉടുമ്പ് പിടിക്കുമ്പോൾ പിടിച്ചിട്ടിരിക്കുക. കൊച്ചു കുട്ടികളെ പോലെ നിഷ്കളങ്ക മുഖം പോലെ അല്ലേ ഇപ്പോഴ് കൊച്ചു കുട്ടികൾ കിടക്കും പോലെ. കൊണ്ടു നോക്കൂ എന്റെ അമ്മി. അങ്ങനെ ഫോറസ്റ്റുകാരെ കൊണ്ടുപോകാനാ കേട്ടോ. ഇതിന്റെ കേരളത്തിൽ എവിടെയാണെന്ന് അറിയത്തില്ല കേട്ടോ. കൊല്ലമായിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് കുട്ടിത്തേവാങ്ക്. നമ്മുടെ കൊച്ചിലെയൊക്കെ നമ്മളെ എന്ത് ചെയ്തു, നമ്മളെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിച്ചിരുന്ന, നമ്മളൊക്കെ പേടിച്ചിരുന്ന, ഇപ്പൊ കുട്ടിത്തേവാങ്ക് വരും എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരുന്ന സാധനമാണിത്. ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇടയ്ക്ക് ഞാൻ ഇതിന്റെ കുറെ കമന്റുകൾ വായിച്ചപ്പോൾ പലയിടത്തും ഇത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഇങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ, ഇതിന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പേടി തോന്നും. അവിടെ ഉള്ളവർ പറയുന്നത് ഇത് കടിക്കത്തില്ല എന്നുള്ളതാണ്. അതായത് ഈ ഫോറസ്റ്റുകാർ വന്ന് ഈ സാധനം പിടിച്ചപ്പോൾ ഇത് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നത് തിരിച്ച് ആക്രമിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. പിന്നീട് അവര് നൈസായിട്ട് അതിനെ വലിച്ചെടുത്തു കൊണ്ടുവന്ന് നമ്മളെ ഈ പറയുന്ന മനുഷ്യരെയൊക്കെ വളരെ എന്താ പറയുക നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ലെ. കാണുമ്പോൾ തന്നെ അതിങ്ങനെ ആ ഒരു
ആ ഒരു തുണിയുടെ അകത്തിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്താണ് തോന്നുന്നത്, ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ആദ്യം കാണുമ്പോൾ പേടി തോന്നും, പക്ഷെ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ഇല്ലേ, ഒരു 3-4 മാസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിരിക്കും പോലെയാ കാണുന്നത്. ഇനി കുട്ടിത്തേവാങ്ക് കാരണം എന്ന് അറിയണം. ഇതിനകത്തൊരു കമന്റ് വന്നിട്ടുണ്ട്, ആ കമന്റ് ഞാൻ വായിച്ചു തരാം. കുട്ടിത്തേവാങ്കിനെ കുറിച്ച് ചെറുതായിട്ടൊക്കെ ഒരു അറിവ് കിട്ടും. കുട്ടിത്തേവാങ്ക് അഥവാ മൊട്ടൻ കുഞ്ഞി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മൊട്ടൻ കുഞ്ഞി എന്ന് പല നമ്മളിവിടെയൊക്കെ കുട്ടിത്തേവാങ്ക് എന്നാ പറയുന്നത്, ഇതിനെ മൊട്ടൻ കുഞ്ഞി എന്നും അറിയപ്പെടും. ഒരിക്കലും സൂര്യൻ അഭിമുഖമായി ഇരിക്കില്ല. അതായത് ഇതിൽ വേറൊരു വിഷയം കണ്ടോ, സൂര്യൻ അഭിമുഖമായിരിക്കില്ല. സൂര്യനുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഈ സൂര്യപ്രകാശം വരുന്നിടത്ത് അഭിമുഖമായി ഇത് ഇരിക്കില്ല എന്ന് അവർ പറയുന്നത്. ഉച്ചവരെ പടിഞ്ഞാറോട്ടും ഉച്ച കഴിഞ്ഞാൽ കിഴക്കോട്ടും തിരിഞ്ഞിരിക്കും. ഇതും വലിയൊരു അറിവാണ്. അതായത് ഇത് ഉച്ചവരെ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുകയും ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് സൂര്യൻ അസ്തമിച്ച് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇത് കിഴക്കോട്ടും തിരിഞ്ഞിരിക്കുമെന്നാണ് ഈ പുള്ളി പറയുന്നത്. കറക്റ്റ് അറിയാം. പണ്ട് കാലത്ത് കപ്പലിൽ ദിക്ക് മനസ്സിലാക്കാൻ ഇവയെ കൊണ്ടുപോകാറുണ്ട്, മനസ്സിലായി. അപ്പം ഇത് അതുകൊണ്ടാണ്, അതായത് ഉച്ചവരെ ഇതെന്ത് ചെയ്തും പടിഞ്ഞാറോട്ടും ഉച്ച കഴിഞ്ഞാൽ കിഴക്കോട്ടും നോക്കിയിരിക്കുന്നത് കൊണ്ട് ഈ കപ്പലിൽ പോകുന്നവർ എന്ത് ചെയ്യും, ഇതിനെ കൂടെ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഏത് ദിശയിലേക്കാണ് നമുക്ക് പോകുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ ഇവരെ കൊണ്ടുപോകാറുണ്ട് എന്ന് കേട്ടിരുന്നു. രാത്രിയിൽ ഭീകരമായ ശബ്ദം പുറപ്പെടുവിക്കും. രാത്രിയിൽ ചിലപ്പോൾ നമ്മുടെ രാത്രിയിലൊക്കെ നമുക്ക് കേൾക്കുന്ന സൗണ്ട് ഇതാണെന്ന് അറിഞ്ഞുകൂടാ. ഭീകരമായ ശബ്ദം പുറപ്പെടുവിക്കും. രാത്രിയിൽ പുളി ഉറുമ്പിൽ കൂട്ടിൽ കൈയിട്ട് മുട്ട വാരി തിന്നും. പുളി ഉറുമ്പിൻ കൂട്ടിൽ കേട്ടോ, എനിക്കൊന്ന് ഈ ഉറുമ്പിന്റെ കൂട്ടിൽ കൈയിട്ട് അതിന്റെ മുട്ട വാരി തിന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതായിരിക്കും ഇതിന്റെ പിന്നീട് ഈ ഉറുമ്പിന്റെ മുട്ട കഴിക്കുകയായിരിക്കും ഇതിന്റെ എന്തോന്ന്, ഉറുമ്പ് മുട്ടയുടെ ഇടുന്നത് അറിയത്തില്ല. ഉറുമ്പിന്റെ മുട്ട കഴിക്കുന്നതായിരിക്കും ഇതിന്റെ ആഹാരം എന്ന് പറയുന്നു. വാരി തിന്നും. ഉറുമ്പ് കടുത്ത പ്രത്യാക്രമണം നടത്തുമ്പോഴാണ് പേടിപ്പിക്കുന്ന ശബ്ദത്തിൽ കരയുന്നത്. അതായത് ഉറുമ്പ് തിരിച്ചു കടിക്കുമല്ലോ, തിരിച്ചു കടിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ പേടിപ്പിക്കുന്ന ശബ്ദത്തിൽ ഇത് കരയുന്നത്. അത്രയൊക്കെ എനിക്കറിയാവുന്ന, ഇത് ഒരു പണ്ട് പുള്ളിക്ക് അറിയാവുന്ന കാര്യം ഇത്രയാണ്. നദാനി ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി, ഒത്തിരി ഈ പ്രായമായ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയാവത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പണ്ടും ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇതിന്റെ താഴെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കുറെ കമന്റുകൾ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച്, ഇത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറെ കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഇത് പലയിടത്തും, അതായത് എറണാകുളം ആ ഭാഗത്തൊക്കെ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ കണ്ടുവന്നോ, അവർ ഇതുപോലെ എന്ത് ചെയ്തു, ഈ ഫോറസ്റ്റുകാരെ പിടിച്ച് ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവം കേട്ടിട്ടുണ്ട്. ഈ ഫോറസ്റ്റുകാർ ഇതിന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ കാട്ടിക്കൊണ്ടുവിടും എനിക്കറിയത്തില്ല. കാരണം വംശനാശം ഇത് ഒന്നേ ഉള്ളൂ, 2 ഉണ്ടായിരുന്നു. ചിലപ്പം ഇതിപ്പോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേറെ കാണുമല്ലോ. ഇത്രയും വലുതായിട്ടുണ്ടെങ്കിൽ ഇത് തള്ളയും തന്തിനെ വേറെ കാണും. ഇതിപ്പോ ഇതിന് എത്ര പ്രായമായെന്നും അറിയത്തില്ല, മനസ്സിലായോ. ഇത് ചെറുതിലെ ഇങ്ങനെയാണോ, ഇത് പ്രായമായതാണോ കുഞ്ഞാണോ എന്ന് അറിയത്തില്ല. ഇത് പെണ്ണാണോ ആണാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മുടെ കൊച്ചുനാളിൽ പേടിച്ചിരുന്ന കുട്ടിത്തേവാങ്ക് എന്ന് പറയുന്ന ഒരു സാധനത്തെ എന്തായാലും ലൈവായിട്ട് കാണാൻ സാധിച്ചു. നിങ്ങളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇപ്പോഴത്തെ 2K പിള്ളേർക്ക് ഇതെന്താണെന്ന് പോലും അറിയത്തില്ല, ഈ പേര് പോലും കേട്ട് കാണത്തില്ല. അപ്പൊ കുട്ടിത്തേവാങ്ക് എന്ന് പറയുന്ന സാധനം ഇതാണ്. നമ്മൾ പേടിച്ചിരുന്ന വംശനാശം സംഭവിച്ചു എന്ന് തന്നെ കരുതിയ കുട്ടിത്തേവാങ്കിനെ വീണ്ടും കാണാൻ ഇടയായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.